നിങ്ങളെ കണ്ണങ്ങോട്ടാ പോകണമെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. കാരണം ഞാനൊരു മലയാളിയാണ്. അപ്പോൾ ഇവിടെ നോക്കി നിന്നിട്ട് കാര്യമില്ല, വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് വേഗം പോയി ട്രൈ ചെയ്തോളി. ചെറിയുള്ളി, വലിയുള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മസാലപ്പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ, ഉലുവ, വലിയ ജീരകം, ഉപ്പ്, ചെറുനാരങ്ങ നീരൊക്കെ ബീഫിൽ നന്നായിട്ട് കുഴച്ചിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടാക്കിക്കോളി കേട്ടോ. പിന്നെ അതിന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എനിക്കെന്തോ ഒരു പേടി അടി പിടിക്കുമെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിക്കണ്. മൂടി വെക്കാൻ നേരമാണ് കറിവേപ്പില ഇട്ടിട്ടില്ല എന്നുള്ള ഓർമ്മ. അങ്ങനെ അതും കൂടി ഇട്ടിട്ട് ഞാൻ മൂടി വെച്ച് തള വന്നതിന് ശേഷമാണ് ഞാൻ 5 വിസിൽ വരുത്തിയത് കേട്ടോ. വിസിലൊക്കെ വന്നതിന് ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ അത് വെന്തുക്കണോ നോക്കണമല്ലോ. അപ്പോഴേക്ക് തോന്നിയിരിക്കണ കൈ പൊള്ളുന്നു, കാരണം വേണ്ടാത്ത പണിക്ക് പോകണ്ടല്ലോ. പിന്നെ വെന്തുക്കണോ നോക്കണമെങ്കിൽ കൈ കൊണ്ടല്ലാതെ പിന്നെ കത്തി കൊണ്ട് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റൂലല്ലോ. അങ്ങനെ അപ്പോൾ അതാ ഞാൻ പിന്നെ 5 വിസിൽ വരുത്തിയിട്ട് ഇങ്ങനെ വരട്ടിയെടുത്ത്. ആരാന്നാവല്ലേ ഈ കോമ്പിനേഷനൊക്കെ കണ്ടുപിടിക്കുന്നത്? മോര് കറിൻ്റെയും ചോറിൻ്റെയും കൂടെ ബീഫ് വരട്ടിയത് അടിപൊളി കോമ്പിനേഷനാണ്, ട്രൈ ചെയ്തോളി.